ഹായ്, ജയസിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങളെങ്ങനെയാണ് ഒരേ സമയത്ത് ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞങ്ങൾക്കൊന്നും ഒരു ഫീൽഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഇതിൽ നിങ്ങളെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജീവിച്ചു വന്നൊരു ജീവിത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ വലിയ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാതെയാണ് ഞാൻ ജീവിച്ചു പോന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഫാമിലിയിലുമാണ്, ഒന്നും അറിയിക്കാതെ എല്ലാം ചെയ്തു തരാൻ ഓരോ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം ഒന്നും അറിയാത്തൊരു കുട്ടി, എന്താ പറയുക, ഒരു റോഡ് പോലും ക്രോസ് ചെയ്യാൻ അറിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, ജീവിതം പിന്നെ മാറി മറിഞ്ഞു എന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ, എന്താ പറയുക, ഇനി ജീവിക്കാൻ എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ളൊരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യമാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് പരാജയങ്ങളും നെഗറ്റീവുകളും വന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ജീവിതം പഠിക്കുകയുള്ളൂ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ആയിത്തീരുള്ളൂ, ജീവിതത്തിൽ വിജയം നമ്മൾ കണ്ടെത്തുള്ളൂ എന്നുള്ളത്. നിങ്ങൾ ലൈഫിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെയോ പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന ആളുകളാണ്. അപ്പോൾ ഞാനും അങ്ങനെ ഒരു തരണം ചെയ്തു വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ എന്തും ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, മനസ്സിനൊരു ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ആണ് ഞാൻ ഈ ഒരു NLP കുറിച്ചിട്ട് അറിഞ്ഞത്. ഞാൻ കൗൺസിലിംഗ് ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു, മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ഫാഷൻ ഡിസൈനറും കൂടിയായിരുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ NLP കുറിച്ചിട്ട് അറിഞ്ഞത് കൂടുതൽ. അപ്പോൾ എനിക്കത് പഠിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. കാരണം ഒരു മാജിക്കൽ റിസൾട്ട് കിട്ടുന്ന, നമുക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു കോഴ്സ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു റിലേറ്റീവ് തന്നെയാണ് മുഹമ്മദ് അലി സാറ് എന്ന് പറയും. അപ്പോൾ സാറിനെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. സാറിനെ കുറിച്ചിട്ട് ഓരോ ആളുകളും പറയുന്നത് കേൾക്കുമ്പോൾ സാറിനെ കാണണം, റിലേറ്റീവ് ആണെങ്കിലും ഞാൻ കണ്ടിട്ടോ ഒന്നുമില്ല കേട്ടോ ആളെ. അപ്പോൾ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആളെ കീഴിൽ എനിക്ക് ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളതും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സാറിനെ കണ്ടതും ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം, അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ധൈര്യം, നമുക്ക് എന്തിനും ധൈര്യം വേണമല്ലോ. അപ്പോൾ ഈ ഒരു ധൈര്യം ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ ഒരു NLP കോഴ്സ് ചെയ്ത്, അതിൻ്റെ ഒരു ബേസിക് കോഴ്സ് ചെയ്തപ്പോൾ തന്നെ കുറേയൊക്കെ ഒരു കോൺഫിഡൻറ്റ് വന്നു കഴിഞ്ഞു. എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്നെക്കാട്ടിലും ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ അവരൊക്കെ മാറ്റങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും എനിക്കും അതിന് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു കോഴ്സ് മാസ്റ്റർ വരെ കംപ്ലീറ്റ് ചെയ്തപ്പം എന്നിൽ വന്നിട്ടുള്ളൊരു മാറ്റം, എന്താ പറയുക, ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം. ഞാൻ പറഞ്ഞല്ലോ, ഒരു റോഡ് പോലും ക്രോസ് ചെയ്യാൻ പേടിയുള്ള, ഞാനിങ്ങനെ നോക്കി നിൽക്കും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൈ പിടിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഞാൻ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ വന്ന് തുടങ്ങി. എന്തും ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ്റ് എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കറിയാം പഠിച്ചവൻ ഒരുപാട് സ്കില്ല് എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്ത് എന്താ പറയുക, ഒരു സോഷ്യൽ സർവീസ് ചെയ്യാനും അതല്ലെങ്കിൽ അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഒരു ജെനറ്റിക്കായിട്ട് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ ഓരോ ഫീൽഡിലും, ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡുകളൊക്കെ ഏകദേശം അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ വിദ്യാനഗർ സ്കൂളിൽ, ഞാൻ പറഞ്ഞല്ലോ, മോട്ടിവേഷൻ ക്ലാസ്സും കൗൺസിലിംഗ് ഒക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യാനഗർ സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഒരു ബന്ധമില്ലാത്ത ഞാനാണ്. കാരണം TTCയോ അതല്ലെങ്കിൽ BEdോ ഇതൊന്നും ഇല്ലാത്ത ഞാനാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഒരു സ്കൂൾ കൗൺസിലറായിട്ട് ഇരിക്കുകയും ഞാനത് ചെയ്തത്. കാരണം അതുമായിട്ട് കണക്ഷൻ അതിന് ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ കൂട്ടത്തിലും എന്താ പറയുക, പോയിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇന്ന് ആ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ തന്നെ റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സിൻ്റെ
സ്റ്റേറ്റ് ഓർഗനൈസിങ് കമ്മീഷണറായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഒരു വനിതാ കമ്മീഷനാണോ ആണെങ്കിലും പറയാം. ആ ഒരു ലെവലിൽ വരെ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഉള്ളിലും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കഴിവുകളും ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മളിലുള്ള ആ ഒരു പേടി, എനിക്കൊന്നിനും പറ്റൂല എന്നുള്ളൊരു പേടിയാണ് നമ്മളെ ഇതിന്നൊക്കെ എന്ത് ചെയ്യണത്, പിന്തിരിപ്പിക്കുന്നത് എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു പൊസിഷനിലെത്തി. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു 7 വർഷം, ഏകദേശം ഒരു 6 വർഷത്തോളമായി ഞാൻ NLP കംപ്ലീറ്റ് ചെയ്തിട്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവാർഡുകളും കാര്യങ്ങളും ഒരുപാട് വേദികളിൽ ഞാൻ കയറിയിട്ടുണ്ട്. സ്റ്റേജുകളിലാണെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റേജും അതല്ലെങ്കിൽ ഒരു വ്യക്തികളെ മുന്നിലും, ഏത് വ്യക്തികളെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെ സംസാരിക്കാനുള്ള ഒരു പവർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ഞാൻ സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പവറും ഇതിനൊക്കെയുള്ള ആ ഒരു മനോധൈര്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു NLP കോഴ്സ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. അത്രയും ഒരു മാജിക്കൽ റിസൾട്ടാണ് ഈ ഒരു കോഴ്സ് ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഞാൻ ഈ മാറിയത് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും NLP എന്ന ഈ ഒരു കോഴ്സാണ്. ഞാൻ മുഹമ്മദ് അലി സാറ് എന്നൊരു വ്യക്തിനെ കണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെ കണ്ടുമുട്ടും, അല്ലെങ്കിൽ പഠിച്ചവൻ്റെ രൂപത്തിൽ എന്താ പറയുക, പഠിച്ചവൻ ഓരോരുത്തരെ നമ്മളെ മുന്നിൽ നമ്മൾക്ക് അയച്ചു തരും. ഇവരെ നമ്മളൊരു രക്ഷയ്ക്ക് നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ടാവും പഠിച്ചവനോട്, അല്ലേ, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കലുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനൻ്റെ ഫലമായിട്ട് പഠിച്ച റബ്ബ് നമുക്ക് ആരെങ്കിലും നമ്മളെ മുന്നിൽ എത്തിച്ചു തരും. അപ്പോൾ ഈ ഒരു NLPൻ്റെ രൂപത്തിൽ മുഹമ്മദ് അലി സാറിനെയാണ് പഠിച്ചവൻ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതാണ് എൻ്റെ ഒരു ബേസ്, എൻ്റെ വിജയത്തിൻ്റെ ഒരു ബേസ് എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണ് ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കൗൺസിലിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആർക്കെങ്കിലും കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ക്ലിനിക്കിൽ വരാം, ഞാനുമായിട്ട് ബന്ധപ്പെടാം. എൻ്റെ നമ്പറും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു.